പ്രിയമുള്ളവരെ, ഇത്തിരിവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ലോകമെങ്ങും മാതൃദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. അമ്മയെപ്പറ്റിയ ഒരു വാക്ക്. ഇന്ന് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പദം ഏതാണെന്ന് ചോദിച്ചാൽ അമ്മ എന്നാണ്. അമ്മ വളരെ അർത്ഥവത്തായ ഒരു പദമാണ്. സ്നേഹത്തിൻ്റെ നിറകുടമാണ് അമ്മ. സഹനത്തിൻ്റെയും ക്ഷമയുടെയും നിറകുടമാണ് അമ്മ. അമ്മയ്ക്ക് പകരം വെക്കുവാൻ ഈ ലോകത്തിൽ ആരുമേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അമ്മമാരുടെ സ്നേഹം അത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് നമുക്ക് മനസ്സിലായി. അപ്പൻ ഗൃഹനാഥനാണ്, അതുപോലെ തന്നെ വരുമാനം കൊണ്ടുവരുന്ന ആളാണെങ്കിലും അമ്മയെപ്പോലെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആരും വിലയില്ല. അമ്മമാരെ ഒരിക്കലും നമ്മൾ ദുഃഖിപ്പിക്കരുത്. അമ്മമാരെ നമ്മൾ സ്നേഹിക്കണം. എപ്പോഴും അമ്മമാരെ കരുതണം. അമ്മയെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പല ചിന്തകരും പറയുന്നത് അമ്മയെന്ന് പറയുന്നത് ദൈവത്തിന് പകരം, ദൈവത്തിന് എല്ലായിടും ഓടിയെത്താനൊക്കാത്തത് കൊണ്ട് അമ്മയെ അതിന് പകരമായിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അമ്മയുടെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ തന്നെയും പ്രയാസമാണ്. അത് ഒരു മക്കൾ എത്ര പ്രായമായാലും അമ്മയും മകനുമായുള്ള ഊഷ്മള ബന്ധം അതിഭയങ്കരമായ ഗാഠമായിട്ടുള്ള അമ്മമാർ ആ രീതിയിലാണ് നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത്, വളർത്തുന്നത്. കാരണം അവർ ഒരു ദുഃഖങ്ങളും മക്കളെ അറിയിക്കാതെ വളർത്തുന്നതാണ് ഏറ്റവും വലിയൊരു പ്രയാസകരമായൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി പറയുമ്പോൾ 90 വയസ്സ് വരെ എൻ്റെ അമ്മച്ചി ജീവിച്ചിരുന്ന അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മച്ചി, ഞാൻ എവിടെയെങ്കിലും എൻ്റെ ജോലിക്കാരുമായിട്ടൊക്കെ താമസിച്ച് പോയി കഴിഞ്ഞാൽ അമ്മച്ചി രാത്രി, ഞാൻ പലപ്പോഴും 12 മണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ അമ്മച്ചി ഈ സിറ്റ് ഔട്ടും തുറന്ന് ഗേറ്റിൻ്റെ അവിടെ പോയി കാത്തു നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ വരുമ്പം ഗേറ്റിൻ്റെ അവിടെ കാത്തിരിക്കുക. ഞാൻ അമ്മച്ചി വഴക്ക് പറഞ്ഞാലും നീ വന്ന് ഈ വീട്ടിനകത്ത് കയറാതെ എനിക്ക് ഉറക്കം വരത്തില്ലെന്നാണ് അമ്മച്ചി പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ അതിൽ കൂടെ കണ്ട് ആരെങ്കിലും അവിചാരിതമായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ ഇതുവരെ വന്നില്ല, അവിടെ കണ്ടോ എന്ന് ചോദിച്ചു വരും. കാരണം നമ്മൾ അമ്മമാരുടെ സ്നേഹം ഒരിക്കലും നിർവചിക്കാൻ ആയിട്ട് കഴിയുകയില്ല. അത്രമാത്രം സ്നേഹമാണ്. നമ്മൾ വന്ന് വീടിനകത്ത് കയറിയിട്ട് മാത്രമേ അമ്മ തിരിച്ചു വന്ന് അവരുടെ ബെഡ്റൂമിൽ കിടക്കുകയുള്ളൂ. അമ്മമാർ ഒരിക്കലും, പ്രിയമുള്ളവരെ, ഈ മാതൃദിനത്തിലേക്ക് ആഹ്വാനം ചെയ്യാനായിട്ടുള്ളത്, അമ്മമാരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. ലോകത്തിലെ എല്ലാ കണ്ണുനീരും നമുക്ക് അറിയാം, ഈ കണ്ണുനീര് താഴോട്ട് പോകുന്നതാണ്. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ദൈവികമായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ കണ്ണീര് ഒരിക്കലും താഴോട്ടല്ല പോകുന്നത്, മേളിലോട്ടാണ് പോകുന്നത്. ദൈവം തമ്പുരാൻ നേരിട്ട് കേൾക്കുന്നതാണ്. മനസ്സിലേക്ക് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ ഉയർച്ചയുടെയും നമ്മുടെ തളർച്ചയുടെയും ഒക്കെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയെ അനുസരിക്കണം, അമ്മയെ സ്നേഹിക്കണം, കരുതണം. ഈ മാതൃദിനത്തിൽ എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ അമ്മമാർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.